കരിമീൻ കുഞ്ഞുങ്ങളെ കരിമീൻ കാണാൻ ചാടുന്നല്ലേ? സിലോപ്പി അല്ലേ? ഫെയറായിട്ട് കൊടുക്കും. ഇത് രണ്ടെണ്ണത്തില്ല. മിഡിൽ ക്ലാസ് ഫാമിലി അറ്റ് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് കരിമീൻ കൃഷി നടത്തുന്ന ഒരു ഫാമിലാണ്. കരിമീൻ കൃഷി മാത്രമല്ല കേട്ടോ, സിലോപ്പിയ, അത് പല കളർ, റെഡ്, വൈറ്റ്, അതുപോലെ തന്നെ വേറെ 2-3 സൈസിലുള്ള സിലോപ്പിയകൾ, അതൊക്കെ വളർത്തുന്ന ഒരു വലിയ ഫാമിലേക്ക് വന്നേക്കുന്നത്. ഇവിടെ കരിമീൻ്റെ തന്നെ ഒരു മാസം 1.5-2 ലക്ഷം കുഞ്ഞുങ്ങളെ ഇവിടുന്ന് പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്. അപ്പം അത്രയ്ക്ക് വലിയത്, അതായത് നമുക്ക് ഒത്തിരി ആൾക്കാർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യങ്ങളിലേക്ക് വന്നേക്കുന്നത്. അത് നിസ്സാര വിലയ്ക്കാണ് ഇവിടെ കരിമീൻ. കാരണം പുള്ളിയുടെ നേരിട്ട് തന്നെയുള്ള ഒരു ഫാമും കാര്യങ്ങളൊക്കെയാണ്. പുള്ളി തന്നെയാണ് ഇവിടുത്തെ കർഷകനും. അപ്പം മുജീബിക്ക എന്നാണ് ആളുടെ പേര്. അപ്പം നമുക്ക് ആളിനെ പരിചയപ്പെടാം. അപ്പം ആദ്യം ഫാമിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്തോട്ടൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് ഒത്തിരി എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ഇതിൻ്റെ അകത്ത് അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. കൂടാതെ ഇതിൻ്റെ അകത്ത് ഇക്കയുടെ നമ്പറും നമ്മൾ പുള്ളി കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ നമ്പറും കാര്യങ്ങളും ഒക്കെ വെച്ച് അവരെ വിളിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ വിളിക്കാൻ അങ്ങോട്ട്. ഇത് സിലോപ്പിയാണ്, കളർ സിലോപ്പിയായും മറ്റേ ചിത്രലാടയും പറയും. എന്താ പേര്? കളർ സിലോപ്പിയ. ഇതൊക്കെ എത്ര കിലോ വരും? ഇത് ഒരു 3/4 കിലോ, 1 കിലോ ഒരെണ്ണം, ഒരു 3/4 കിലോ, 1 കിലോ. വളരുന്നതാണോ? അത് ശരി. വളർന്ന് വലുതാകുമ്പോൾ ഒരെണ്ണം 3/4 കിലോളം വരുമെന്നാണോ പറയുന്നത്? അതെ, 3/4 കിലോ, 1 കിലോ ഒക്കെ ആവുന്നുണ്ട്. 1 കിലോ വരുന്നത്. ഇതും ബ്രീഡിങ്ങിൻ്റെ തന്നെയാണോ? അതൊക്കെ ഇവിടെ വരുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊടുക്കുന്നുണ്ടോ? അതോ ബ്രീഡിങ്ങിൻ്റെ ഇതല്ലേ? എന്തായാലും നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു പരിപാടിയാണല്ലേ ഈ സിലോപ്പിയുടെ. ഈ കളർ ഞാൻ ആദ്യമായിട്ട് കാണുക. ഈ ഇതുകൊണ്ട് ആ പോകുന്നത് നമ്മുടെ സാധാ സിലോപ്പിയാണ്. അതുകൊണ്ട് ആ പോകുന്നത് ചിത്രലാട. നൈലും. ഈ വെളുത്ത ഈ വൈറ്റ് കളർ സിലോപ്പി എന്ന് പറയുന്നത് നൈൽ സിലോപ്പി അല്ലേ? ഓക്കെ. ഇത് കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഫുഡ് കഴിക്കാൻ പറ്റിയ സാധനമാണോ ഈ വൈറ്റ്? പിന്നെ വൈറ്റും റെഡും കഴിക്കാം. റെഡ് ഞാൻ കണ്ടിട്ടുണ്ട്. ഓ, അത് ശരി. ഇതിന്റെ എല്ലാം കുഞ്ഞുങ്ങളെ ഇവിടുന്ന് കൊടുക്കുന്നുണ്ടല്ലേ? ഇതിന് കുഞ്ഞുങ്ങളാണോ ആ കിടക്കുന്നത്? ബ്രീഡായി ഇതിന്റെ അകത്ത് തന്നെ കിടപ്പുണ്ടല്ലേ? ആ കിടക്കുന്ന സംഭവം എന്തുവാ? അത് കരിമീൻ കുഞ്ഞുങ്ങളല്ലേ? ഓ, അത് ശരി. അപ്പം ശരിക്കും പറഞ്ഞാൽ കറക്റ്റ് ചെയ്ത് ഇടുവാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ബിസിനസ് ആണ്. അത് ശരി. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഈ ഒരു കരിമീൻ കുഞ്ഞ് ഇപ്പൊ ഇത് എത്ര ഉണ്ടാവും ഈ സൈസ് എന്ന് പറയുന്നത്? ഇതിപ്പോ 1 ഇഞ്ച്, 1.5 ഇഞ്ച്, 2 ഇഞ്ച് ടൈപ്പാണ്. 2 ഇഞ്ച് ടൈപ്പ് ഈ കരിമീൻ കുഞ്ഞുങ്ങളല്ലേ? ഈ കരിമീൻ കുഞ്ഞുങ്ങളെ ഈ സൈസ് 2 ഇഞ്ച് സൈസിൽ എത്ര രൂപ വരുന്നുണ്ട് കരിമീൻ? 2 ഇഞ്ച് കുഞ്ഞുങ്ങൾ ഇപ്പൊ നമുക്കൊരു സീസൺ സമയമായതൊക്കെ അത് കാരണം 6 രൂപ, 6.50 രൂപ. സീസൺ സമയമാണെങ്കിൽ ഇത് 8 രൂപ, 10 രൂപ റേഞ്ചിലൊക്കെ വരും. ഇപ്പൊ സീസൺ ടൈം ആയതുകൊണ്ട് വില കുറവാണ് അല്ലേ? അതായത് ക്വാളിറ്റി കൂടിയ സാധനം മാത്രമാണ് ഈ പറയുന്ന റേറ്റ് വരുന്നത്. കുറഞ്ഞ സാധനത്തിന് ഇതിലും തുച്ഛമായ റേറ്റ് വരും. 2.25 രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങുന്നുണ്ട്. 2.25 രൂപ തൊട്ട് 1.25 ഇഞ്ച്, 1 ഇഞ്ച് ടൈപ്പ് 2.25 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ 2.25 പറയുമ്പോൾ അതിനനുസരിച്ച് ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ക്വാളിറ്റി വ്യത്യാസം എന്ന് വെച്ചാൽ വലിപ്പവും ചെറുപ്പവും വ്യത്യാസമുണ്ട്. ക്വാളിറ്റി വ്യത്യാസമൊന്നുമില്ല, വലിപ്പവും ചെറുപ്പവും. മീനെല്ലാം ഒന്ന് തന്നെ. ഇച്ചിരി അങ്ങനെ അത്രയും താമസവും അത് വളർന്നു വരാനായിട്ടുള്ള താമസമുണ്ട്. മറ്റേ 2 ഇഞ്ചാകുമ്പം ഒരു 2 മാസത്തെ ഡിഫറൻസ് ഉണ്ടാവും. ഇതായി വരാനായിട്ട്. അതെ, അങ്ങനെയുള്ള വ്യത്യാസമുള്ളൂ. അപ്പൊ ആ ഒരു ചെറിയ ചേഞ്ചിൽ അത്യാവശ്യം വളർന്ന മീനെ കിട്ടും. അത്യാവശ്യം ഒരു ആരോഗ്യമായ ഒരു കുഞ്ഞിനെ പോലെ തന്നെ അതൊരു ശകലം വളർന്നു നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെതായ ഒരു ബലത്തിലുള്ള മീനെ കിട്ടും അല്ലേ? പിന്നെ കുഞ്ഞുങ്ങളെല്ലാം നല്ല ഫീഡ് എടുക്കുന്ന കുഞ്ഞുങ്ങളാണ്. അല്ലാതെ ചുമ്മാ അത് ചെറുതാണെങ്കിൽ പോലും നമുക്ക് ഫീഡ് എടുക്കുന്ന കാണാൻ പറ്റും. അത് അത്രയും ട്രെയിനിങ് കൊടുത്ത് സെറ്റ് ആക്കുന്നുണ്ടല്ലേ? ഇതിനെക്കാട് തീരെ പൊടിയാകുന്ന സമയത്ത് നമ്മൾ പ്രോട്ടീൻ തീറ്റയൊക്കെ കൊടുത്ത് ക്ലിയർ ആക്കി സെറ്റാക്കി എടുക്കണം. വളർച്ചയ്ക്ക് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ സെറ്റ് ചെയ്തിടുന്നത്.
ഇത് ഈ ഒരു സെക്ഷനിൽ ഫുള്ള് കരിമീൻ അല്ലേ? ഈ ഒരു ഫുൾ സെക്ഷൻ മാത്രം ഒരു 10,000 കരിമീനോളം ഇതിന്റെ അകത്തുണ്ട്. ഈ ഒരു ഇതിൽ മാത്രം 10,000 കുഞ്ഞുങ്ങളുണ്ട് അല്ലേ? 10,000 കുഞ്ഞുങ്ങൾ. ഓ അത് ശരി. അങ്ങനെയാണ്. നമ്മളിത് വരുന്ന സമയത്ത് നമുക്ക് സെറ്റ് ചെയ്തിടാനൊക്കെ പറ്റില്ല. ഓർഡർ അനുസരിച്ച് നമ്മൾ ഇതേപോലെ ഹാഫ് സെറ്റ് ചെയ്തിട്ട് കസ്റ്റമർക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് സാധനം ഇതിപ്പോ ഓർഡറായി കിടക്കുന്ന സാധനം ഓർഡറായി കിടക്കുന്നുണ്ട്. ഇത്രയും ഓർഡറായി കിടക്കുന്ന സാധനമാണ് അല്ലേ? നാളെ മറ്റന്നാളും ഒക്കെ ആയിട്ട് ഈ സാധനം പോകും. അന്നേരം അടുത്തത് സെറ്റ് ചെയ്തിടും. ഇപ്പൊ അടുത്ത തോട് നമ്മൾ വറ്റിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് അവിടെ കാണുന്നല്ലേ? ആ തോട് നമ്മളിപ്പം വറ്റിച്ച് മോട്ടർ വെച്ച് വറ്റിച്ചോണ്ടിരിക്കുക. മോട്ടർ അവിടെ ഇരിപ്പുണ്ട്. അത് മോട്ടർ വെച്ച് വറ്റിച്ചോണ്ടിരിക്കുക. പിന്നെ ഇത് റെഡ് പ്രകൃതി കൊടുത്തിരിക്കുന്ന മണ്ണിലും വെള്ളത്തിലും 100 മേനി കൊയ്തെടുക്കാം എന്ന വിശ്വാസമുള്ളവനാണ് കർഷകൻ. അങ്ങനെ ഒരു കർഷകൻ്റെ നേർക്കാഴ്ചയാണ് ഇന്ന് നമ്മൾ കണ്ണിന് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മാസം 1.5-2 ലക്ഷം കരിമീൻ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ഫാം. കരിമീൻ കുഞ്ഞുങ്ങൾ മാത്രമല്ല, സിലോപ്പികളും പിന്നെ അതുപോലെ തന്നെ സിലോപ്പികളുടെ വെറൈറ്റി രീതികളുമുള്ള അങ്ങനെ പലതരം മീനുകളെ ബ്രീഡ് ചെയ്യിച്ച് അനേകം കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്ന ഒരു ഫാം. ശരിക്കും പറഞ്ഞാൽ ഈ ഫാം ആദ്യം ഞാനൊരു ചെറിയ ഇതാണെന്ന് വെച്ചാണ് ഇങ്ങോട്ട് വന്നത്. പക്ഷേ കണ്ണെത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന ഒരു 3-3.5 ഏക്കറിൽ നിവർന്ന് കിടക്കുന്ന ഒരു ഫാമാണിത്. ഈ ഫാമിന് കൂടാതെ ഈ സൈഡിൽ മാത്രമല്ല, അപ്പുറത്തെ സൈഡിലും ഫാമിൻ്റെ ഒത്തിരി ഭാഗങ്ങളുണ്ട്. ഇവിടെ ഉപ്പുവെള്ളം, നന്മവെള്ളം അങ്ങനെ രണ്ടായിട്ട് ഫാം തിരിച്ച് നല്ല സെറ്റാക്കി ചെയ്തിട്ടേക്കുവാണ്. അപ്പം അതുമാത്രമല്ല, ഇവർ ഇതിൻ്റെ വേറെ കുറച്ച് പരിപാടി കൊണ്ട് ഒഴുക്ക് വെള്ളം, അതായത് കായലിലെ ഒഴുക്ക് വെള്ളത്തിലും ഫാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാനായിട്ട് ഒരു കലക്കം കാഴ്ചകൾ തന്നെയുണ്ട്. ഒരു ദിവസം കൊണ്ട് വീഡിയോ എടുത്താൽ തീരാൻ പറ്റാത്തത്ര കാഴ്ചകളാണ് ഈ ഫാമിലേത്. ഈ ഫാമിലെ ഓരോ മീനുകൾക്ക് എത്രയാണ്, ഓരോ മീനിൻ്റെ സൈസുകൾക്ക് എത്രയാണ്, കരിമീൻ വളർത്തേണ്ട രീതികൾ എങ്ങനെയാണ്, അതുകൂടാതെ സിലോപ്പികൾ അതിൻ്റെ റേറ്റ് എത്രയാണ്, ഇതെല്ലാം നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണുക. കൃഷിയോട് താല്പര്യമുള്ളവർ തീർച്ചയായും ഇദ്ദേഹത്തിനെ കോൺടാക്റ്റ് ചെയ്യണം. ഇദ്ദേഹത്തിന് ഒത്തിരി ഒരു 10 വർഷത്തെ അറിവോളമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് വളരെ ഉപകാരം. 10 വർഷമായിട്ട് ഇദ്ദേഹം ഈ ഫാം ഇവിടെ വിജയിപ്പിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ഒത്തിരി പ്രയോജനം ചെയ്യും. ഇപ്പം നിങ്ങൾ കാണുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി ഉണ്ട്, അതായത് കഴിവ് കൊണ്ട് നേടിയെടുത്ത് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. നിങ്ങൾ ഈ മീനെയൊക്കെ വളർത്താൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു വീട്ടിൽ വളർത്തുക, ഇത് തോടും പുഴയുമില്ലാതെ വീട്ടിൽ വളർത്തുന്ന രീതികളും പറയുന്നുണ്ട്. ഗവൺമെൻറ് വഴിയുള്ള സബ്സിഡികളും ഇതിനുണ്ട്. റെഡ് സിലോപ്പി അല്ലേ? ഫെയറായിട്ട് കൊടുക്കും. ഇത് 2 എത്ര രൂപയൊക്കെ വരുന്നത്? 2 100 രൂപ ടൈപ്പ് പോലെ കൊടുക്കുന്നുണ്ട്. ഇതിൽ കാർപ്പിൻ്റെ ഒക്കെ കൂട്ടില്ല, കളർ മീൻ കാർപ്പിൻ്റെ ഒക്കെ കൂട്ടാനിരിക്കുകയല്ലേ? നല്ല വളർച്ച. ശരിക്കും പറഞ്ഞാൽ ഒരു ഷോയ്ക്ക് കൂടെ വളർത്താൻ പറ്റിയ മീനാണെന്ന് തോന്നുന്നു ഇത് കണ്ടിട്ടല്ലേ? നല്ല ടേസ്റ്റുമാണ്. ഇത് കഴിക്കാനും പറ്റും. ഇത് കാണാൻ മറ്റേ ഇതിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല പാർക്കിലൊക്കെ കൊണ്ടിട്ട് ഇതേപോലെ കളർ മീൻ പോലെ തന്നെ ഇത് ഇടുന്നുണ്ടല്ലേ? അതെ. പിന്നെ പല നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൊക്കെ ഒരു കുളം ഉണ്ടാക്കിയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ എപ്പോഴും പൊങ്ങി നിൽക്കുന്ന ഒരാളാണ് അല്ലേ? പൊങ്ങി നിൽക്കുന്നതാണ്. ഇതിപ്പോ നമ്മുടെ പല കിടക്കുന്നതുകൊണ്ടാണ്. എന്നാലും തിലോപ്പിയ മേലിൽ വരും. സിലോപ്പിയ മണ്ടയ്ക്ക് മേളിൽ വരും അല്ലേ? അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഈ ഇതിനും വെള്ളത്തിന്റെ അങ്ങനെ സിലോപ്പിക്കും വെള്ളത്തിന്റെ പ്രശ്നമൊന്നുമില്ല. ഈ കളർ ചേഞ്ച് ആയതിന്റെ ഏതായാലും വെള്ളത്തിന്റെ മാറ്റം നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്നതല്ലേ. പിന്നെ പുതിയതായിട്ട് ചെയ്യുന്നവർക്ക് അതിനെ കുറിച്ചൊരു ഐഡിയ ഇല്ലാത്ത കാരണമാണ് ഈ ഡാമേജും ചത്തുമൊക്കെ പോകുന്നത്. ശരിയാണ്. അത് നമ്മളെ ഒരു അറിവുള്ള ഒരാളുടെ കാര്യങ്ങൾ വിളിച്ച് തിരക്കി അന്വേഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഇൻഫർമേഷനും കാര്യങ്ങളും ഒക്കെ പാസ് ചെയ്ത് കൊടുക്കുന്ന കൂടാതെ ഇത് വളർത്തേണ്ട രീതികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കും. എല്ലാം പറഞ്ഞു കൊടുക്കും. അതായത് ട്യൂട്ടോറിയൽ നടത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ മീനെ കൊടുക്കുള്ളൂ അല്ലേ? അല്ലാതെ നമ്മളൊരു ബിസിനസ് ആയിട്ട് നമ്മൾ ഇത് ചെയ്യാറില്ല. എന്ന് വെച്ചാൽ കൊണ്ടുപോകുന്ന ആളുകൾക്കും അത് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ കറക്റ്റ് പറഞ്ഞു കൊടുക്കും. പിന്നെ അതിൽ വീഴ്ചകൾ വരും. എത്ര നമ്മൾ ചെയ്തു കഴിഞ്ഞാലും ശരിയാണ്. ആദ്യം ചെയ്യുമ്പോൾ ഓരോ വീഴ്ച ഇല്ലാതെ വിജയിച്ചൊരു ചരിത്രങ്ങളിലായിട്ട് ഒരു ബിസിനസ് ഇല്ല. വീഴ്ച വന്നെങ്കിലേ നമ്മൾ അതിൽ നിന്ന് പാഠം പഠിക്കരുത്. പിന്നെ എല്ലാം ഓരോ നിമിത്തമാണ്. നിമിത്തത്തിന്റെ അടിസ്ഥാനത്തിൽ കറക്റ്റ് ചെയ്യും. നമ്മളൊരു മനസ്സ് വെക്കണം. എല്ലാത്തിനും ഉറച്ച വിശ്വാസവും മനസ്സുകൊണ്ട് നമുക്ക് ജീവിക്കാൻ. വർക്കൗട്ട് ആണെങ്കിൽ ഇവിടെ നമ്മളെ തോൽപ്പിക്കാൻ ഒരു മനുഷ്യന് കാണത്തില്ല. നമ്മൾ ആളുകളുടെ വർത്താനമൊന്നും നമ്മൾ കേൾക്കേണ്ട കാര്യമില്ല. കാരണം ഏത് ബിസിനസ് ഇറങ്ങിയാലും ഒരാൾ പറയുന്നത് ഇത് രക്ഷപ്പെടാൻ പോണില്ല. നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്ത് നമുക്ക് വിജയിക്കാൻ പറ്റും. ആരെയും ചതിക്കാതെയും വഞ്ചിക്കാതെയും നമ്മൾ ബുദ്ധിക്കനുസരിച്ച് വർക്ക് ചെയ്യാം.
അത് യാതൊരു തർക്കവുമില്ല. ബാക്കി ദൈവം തന്നോളും. അത്രേ നമ്മുടെ മണ്ണിൽ അർക്ക് ചെയ്താൽ നമ്മുടെ വെള്ളത്തിലും എല്ലാം ഈ കിടക്കുന്ന വേസ്റ്റ് ആയിട്ട്. ശരിക്കും പറഞ്ഞ ഒരു കർഷകന്റെ ശരിക്കുള്ള വാക്കാണ് ഇപ്പൊ ഇക്ക പറഞ്ഞത്. അതായത് മണ്ണും വെള്ളവും അത് നമുക്ക് ദൈവം അതിൽ തന്നെ നമുക്ക് കിട്ടുക എന്നുള്ളത്. നമുക്ക് ഈ വേസ്റ്റ് ആക്കി കളക്കുന്ന തോടും അതും ഇതും ഒക്കെ കാണുമ്പോൾ നമ്മളെപ്പോലുള്ള ആൾക്ക് സങ്കടം തോന്നും. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം. അത് പ്രയത്നിക്കണം. പ്രയത്നമാണ് നമ്മുടെ ഏറ്റവും വലിയ കഴിവ്. അല്ലാതെ വേറെ ഒന്നുമല്ല. നമ്മൾ ശരീരമോ ഇത് അങ്ങനെ ആരോഗ്യമൊന്നുമല്ല. നമ്മുടെ മനസ്സ് ക്ലിയർ ആണെങ്കിൽ ഉറപ്പാ ദൈവം നമുക്ക് അതിന് നല്ല പക്ക ക്ലിയർ അനുഭവം തരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ഒരു ഇതുണ്ടെങ്കിൽ പോലും ഇതുപോലെ ഒരു ചെറിയ സിലോപ്പിയ ഇത് വളർത്താം അല്ലേ? പിന്നെ വളർത്താം. ഇത് വളർത്താം. അതിനെ കണ്ടില്ലേ ഇത് കിടക്കുന്നത്. ഇത് ഈ ഒരു ചെറിയ കണ്ട ഇത് ഇത്ര ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും, അതായത് ഇത്രയും വലിയ കുളമാട്ടെ, കുളത്തിന്റെ ഒരു ചെറിയ ഒരു ഭാഗം മാത്രം എടുത്തേക്കുന്നത്. 10,000 മീൻ സെറ്റ് ചെയ്തിട്ടിരിക്കുക. 10,000 മീൻ സെറ്റ് ചെയ്താൽ ഒരു പ്രശ്നമില്ല. ഈ 10,000 മീൻ ഇതിന്റെ അകത്ത് എത്രത്തോളം വളർച്ച വരെ നിർത്താൻ പറ്റും? ഇതിന്റെ അകത്ത് വളർച്ച കഷ്ടിച്ച് ചിലപ്പോ ഒരു മാസത്തിന്റെ അടുത്ത് അതിന്റെ അകത്ത് ഒരു 50 മീനെ ഇടുക. എത്ര നാളത്തെ 50 മീൻ ഇടുവാണെങ്കിൽ ഒരു നല്ല വളർച്ച കിട്ടും. ഒരു കഷ്ടിച്ച് ഒരു 7-8 മാസം കൊണ്ട് മീൻ സെറ്റ് ചെയ്യാം. അതല്ലാതെ വേറെ കൂട് കൃഷിയുണ്ട്. ഈ കൂട് കൃഷിയിൽ മീൻ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ട്. അതേപോലെ ടാങ്ക്, അതേപോലെ എന്തിനകത്ത് നമ്മുടെ ഞാൻ വേറെ ഒരു ദിവസം കാരണം ഈ ചില തോടുകളും കാര്യങ്ങളും ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഇപ്പം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അപ്പം ഒരു ടാങ്ക് ഇട്ട് കഴിഞ്ഞാൽ ടാങ്ക് നമ്മളിത് അവിടെ ഓരോന്ന് ചെയ്തിട്ടുണ്ട്. ആ ടാങ്കിന്റെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാം. ഇക്കയുടെ സംഭവം ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കും കേട്ടോ. ഇവിടുത്തെ ഫാം എന്ന് വെച്ചാൽ ഇതുണ്ടോ, ഒത്തിരി ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. വേറെ ഫാമും ഉണ്ട്. അപ്പം നമുക്ക് അതുകൂടെ കണ്ടിട്ട് വേണം പോവാൻ. ഇതെന്താ ഇവിടെ കുഞ്ഞുങ്ങളല്ലേ? കുഞ്ഞുങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കാക്കയൊക്കെ വരുന്നതിന് വല മണ്ടക്കൂടെ വിരിച്ചിട്ട് കാക്കയും കൊക്കൊക്കെ ഒന്ന് പിടിച്ചോണ്ട് പോകും അല്ലേ? ഇതിപ്പോ നമ്മള് അതിന്റെ അകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടിരിക്കുക. കൊച്ചു സിലോപ്പിയാണ്. കൊച്ചിലെ തന്നെ ഫീഡിങ് ഒക്കെ നല്ല സെറ്റാക്കി പഠിപ്പിച്ച് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. റെഡ് സിലോപ്പിയാണ്. നമ്മൾ അവിടെ കണ്ടായിരുന്നു, ആദ്യം നമ്മളെടുത്തപ്പോൾ കണ്ടായിരുന്നു. അവിടെ നല്ല വലിപ്പമുള്ള സാധനം റെഡും ബ്ലാക്കിന്റെയും കുഞ്ഞുങ്ങളെ സെറ്റിൽ ചെയ്തിട്ടേക്കും അല്ലേ? ആവശ്യക്കാർക്ക് അതിനനുസരിച്ച് നമ്മൾ വിളിച്ച വേണ്ട സാധനം കൊടുക്കാൻ റെഡിയാണ്. ഒരു 5 മിനിറ്റിനുള്ളിൽ സാധനം റെഡിയാണ്. അതല്ല അവർക്ക് ഇവിടെ വന്നാണ് സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മൾ സെറ്റ് ചെയ്ത് വെക്കത്തില്ല. ഓ ശരി, വിളിച്ച് പറയുന്ന അനുസരിച്ച് ഓർഡർ എടുത്ത് ഓരോരുത്തരുടെയും കസ്റ്റമറുടെ അഭിപ്രായം അനുസരിച്ച് വലിപ്പവും ചെറുപ്പവും അനുസരിച്ച് മീനെ പാക്ക് ചെയ്യത്തില്ല. അത് ശരിയാണ്. വിലയിൽ വ്യത്യാസമുണ്ട്. വലിപ്പം ഇവിടെ എന്താ കേട്ടേക്കുന്നത്? കരിമീനാണ്. കാണിച്ചു തരാം. കരിമീനല്ലേ? മൊത്തം കരിമീൻ. അത് നമുക്ക് അപ്പുറത്ത് പോകും. ഇത് കണ്ടിട്ട് ഇത് ബയോഫ്ലോക്ക് സംവിധാനം. കരക്ക് വെച്ച് നമുക്ക് കൃഷി ചെയ്യാവുന്ന പരിപാടിയല്ലേ? കരക്ക് വെച്ച് കൃഷി നടത്താൻ പറ്റും. ഫിഷറീസ് വകുപ്പായിട്ട് ബന്ധപ്പെട്ട ഇതിന് സബ്സിഡി ഉണ്ട്. ഇതൊരു 70,000 രൂപയുടെ പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്ടിന് ഒരു 10-30,000 രൂപ സബ്സിഡി ഉണ്ട്. 30,000 രൂപ ഗവൺമെന്റ് സബ്സിഡി ഉണ്ട്. അങ്ങനെ പോലും നമുക്ക് കൃഷി ചെയ്യാനുള്ള ആ ഒരു സംരംഭം ഉണ്ടാക്കി തരുന്നുണ്ട്. അത് ശരി. അതുപോലെ തന്നെ നമുക്കിപ്പോ ഒരു സംഭവം സെറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ വന്ന് നേരെ കരിമീൻ എടുക്കുകയും ചെയ്യും. ഇവിടെ ഗവൺമെന്റിന്റെ പരമായിട്ട് കരിമീൻ കൊടുക്കുന്നുണ്ട്. കരിമീൻ കുഞ്ഞുങ്ങളുണ്ട്. ഇവിടെ ആവശ്യത്തിനാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് സർക്കാരിനൊക്കെ കൊടുക്കുന്ന നമ്മുടെ കരിമീൻ കുഞ്ഞുങ്ങളല്ലേ? നമ്മൾ അതിനനുസരിച്ചാണ് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ചെയ്യുന്നത്. ഇത് വീടുകളിൽ ഫാമാണ്, അല്ലാതെ ചുമ്മാതല്ല. ഇതാണ് സബ്സിഡി ഉള്ള സംഭവം പറയുന്നല്ലേ? ഇത് ഒന്ന് ശരിക്കും ഇതൊക്കെ ഇല്ല മറ്റേ നമ്മുടെ പണ്ട് വണ്ടിയിലൊക്കെ വെക്കുന്ന സംഭവം വെച്ചൊക്കെ ഉള്ള ടാർപ്പോയൊക്കെ വെച്ച് സെറ്റ് ചെയ്യുന്ന വെള്ളം സെറ്റ് ചെയ്തേക്കുന്നത് അല്ലേ? വനാമി കൃഷി ചെയ്യാം. എന്ത് കൃഷി വേണം ചെയ്യാം. വനാമി എന്ന് പറയുമ്പോൾ ചെമ്മീൻ കൃഷി ചെയ്യാം. ചെമ്മീൻ കൃഷി ചെയ്യാം. അതേപോലെ പല ടൈപ്പ് ഉണ്ട്. ഇത് 5x5 ഡയമീറ്റർ ഇതാണ് ഇതിന്റെ ഒരു കപ്പാസിറ്റി ഓരോ സെറ്റിന്റെ. ഈ ഗവൺമെന്റിന്റെ ഈ സംഭവം പറയുന്നത് ഇത്രയും വലുപ്പമുള്ളതാണോ? അത് ഇത്രയല്ല, പല വലുപ്പത്തിൽ ചെയ്യാം. അതിനനുസരിച്ച് സബ്സിഡി കൂടുതലായിട്ട് ഏറ്റവും കുറഞ്ഞ ഒരു റേഞ്ചിൽ ചെയ്യുന്ന 60-65,000 രൂപ ടോട്ടൽ ആവും ഇത്ര ഒരു കാര്യങ്ങൾ ചെയ്തു വരുന്നത്. ഈ 65,000 രൂപയുള്ള ഈ സംഭവത്തിൽ നമുക്ക് എന്തും വേണ്ടി മീനെ വളർത്താം. അത് നമുക്ക് സിലോപ്പി ആണെങ്കിൽ 10,000, 1,500, 2,000 സിലോപ്പി നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. 6 മാസത്തിൽ മീൻ വളർത്തി നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. കരിമീനാണെങ്കിലോ? കരിമീനാണെങ്കിൽ 1000 മീൻ സെറ്റ് ചെയ്യാൻ പറ്റും. 1000 മീനെ സെറ്റ് ചെയ്യാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ കുളവും കാര്യങ്ങളും ഒന്നും ഇല്ല, സ്ഥലം ഉള്ളവർക്ക് സ്ഥലം വേണം അല്ലേ? സ്ഥലം മസ്റ്റായിട്ട് വേണം. സ്ഥലം ഉള്ളവർക്ക് അല്ലെങ്കിൽ തന്നെ ആണെങ്കിൽ വെച്ച് വാടകയ്ക്ക് സ്ഥലം എടുത്താൽ പോലും ഇതേപോലെ തന്നെ ഇവിടെ ഇഷ്ടം പോലെ ഇങ്ങനെ വെച്ച് സെറ്റ് ചെയ്ത് നമുക്ക് ഗവൺമെന്റിന്റെ സബ്സിഡി അടക്കമുണ്ട്. സ്വന്തമായിട്ടൊരു തൊഴിലൊക്കെ നോക്കി നിൽക്കുന്നവർക്ക് അങ്ങനെ, അതായത് ഓരോ വലിപ്പം അനുസരിച്ചിട്ടാണ് സബ്സിഡി കേട്ടോ.
അതെ, ടാങ്കിന്റെ വലുപ്പം അനുസരിച്ചാണ് സബ്സിഡി എടുത്തേക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ടാങ്കുകളാണ് വലിപ്പമുള്ള ടാങ്കാണ്. ഓരോ വലുപ്പത്തിലൂടെ ടാങ്കുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു പാടമാണ് കേട്ടോ. പല സൈസിലുള്ള ടാങ്കുണ്ട്. ഇതുണ്ട്, ഇതൊരു മുട്ടനൊരു ടാങ്ക് കേട്ടോ. ഇത് എത്രയും വലുപ്പമുണ്ട് ഇക്കാ? ഇതെനിക്ക് തോന്നുന്നു കുളത്തിനെക്കാട്ടിലും വലുപ്പമുണ്ട് ഇതിന്. 10 ഡയമീറ്റർ. കൃഷി ചെയ്തിട്ടുള്ള, അതായത് ചെമ്മീൻ കൃഷി അല്ലേ? ചെമ്മീൻ കൃഷി. പകുതി ഉപ്പുവെള്ളം കടലിൽ നിന്ന് കൊണ്ടുവന്ന് സെറ്റിൽ ചെയ്ത് പകുതി നമ്മുടെ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് പനാമി കൃഷി ചെയ്ത്. അതങ്ങനെ കരിമീൻ കൃഷിക്ക് ഉപ്പുവെള്ളം മസ്റ്റ് ആണല്ലേ? അല്ല സോറി, എന്തോ പനാമി കൃഷി ചെറിയൊരു ചെമ്മീൻ കൃഷിക്ക്. ചെമ്മീൻ കൃഷിക്ക് ഒരു അത്യാവശ്യ ഘടകം. അത്യാവശ്യം അല്ലേ? അന്നേരം നമ്മൾ ഒരു കളക്ട് ചെയ്യുന്നത് വണ്ടിയിൽ വെള്ളം പാസ് ചെയ്ത് കൊണ്ടുവന്ന് ഈ ടാങ്കിനകത്ത് പകുതി ഉപ്പുവെള്ളം സെറ്റ് ചെയ്ത് ബാക്കി നമ്മുടെ വെള്ളം കൂടെ സെറ്റ് ചെയ്ത് നമ്മൾ മീൻ സെറ്റ് ചെയ്യും. ഓ അത് ശരി. പക്ഷെ ഇതൊരു ഇതിന്റെ അകത്ത് ഇത്രയും കൂടെ എത്ര കരിമീനുള്ള സെറ്റ് ആവും? നമുക്ക് പനാമി കൃഷി ചെയ്യുവാണെങ്കിൽ 15,000 കുഞ്ഞുങ്ങൾ, 20,000 കുഞ്ഞുങ്ങൾ, 20,000 കുഞ്ഞുങ്ങൾ ചെമ്മീൻ ഇതിന്റെ അകത്ത് കിടക്കും അല്ലേ? സിലോപ്പിയും കരിമീനൊക്കെ 2,000 മീനിന്റെ മേളിൽ സെറ്റ് ചെയ്യാം. അതായത് പൂർണ്ണ വളർച്ച എത്തുന്നവരെ 2,000 കരിമീൻ ഇതിന്റെ അകത്ത് കിടക്കും. ഇത് ശരിക്കും പറഞ്ഞ ഒരു മുട്ടൻ കുളം പോലെ തന്നെ വളരാൻ പറ്റിയ ഒരു സാഹചര്യം, നല്ല വലുപ്പത്തിൽ വളരാൻ പറ്റിയ സാഹചര്യം അല്ലേ? ഒരു സെന്റിനകത്ത് ഫുള്ളായിട്ടുണ്ട്. ഒരു സെന്റിനകത്ത് ഫുള്ളായിട്ട് നിൽക്കുന്ന ഒരു ടാങ്ക് അതുണ്ട് ഈ കാണുന്നത് കേട്ടാ. ഇതെന്തൊക്കെ ഈ കൊച്ചു സംഭവം? നമ്മൾ കൂട് കൃഷി ചെയ്യുന്നുണ്ട്. ഈ കൂട് കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഈ വീപ്പ. കൂട് കൃഷി എന്ന് വെച്ചാൽ നമ്മൾ കായലില് വലയിട്ടിട്ട് നെറ്റ് ഇട്ടിട്ട് ഒഴുക്കുവെള്ളത്തിലുള്ള കൃഷി. അപ്പൊ ഇവിടെ വന്ന ഏത് മീൻ, ഏത് മോഡലിൽ നല്ല ജലം വേണോ, ശുദ്ധജലമോ, ഉപ്പുവെള്ളമോ, ഏത് തരത്തിലുള്ള മീനെയും കിട്ടും. ഇതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരാനും എല്ലാ അഭിപ്രായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനുള്ള നമുക്ക് ഉള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് ഏത് മീനെ വേണമെന്ന് പറഞ്ഞാൽ അത് എടുത്ത് കൊടുക്കും. അത്രേ ഉള്ളൂ. ഇതിലിപ്പോ എന്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനമാണെങ്കിലും നമ്മളും ഫാമുമായിട്ട്, വേറെയുള്ള ഫാമുമായിട്ട് നമ്മൾ കണക്ടിങ് ഉണ്ട്. അവരും ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ആവശ്യമുള്ള സാധനം നമ്മൾ സാധനം എടുത്തു തരും. ഇപ്പൊ ഇതിന്റെ അകത്ത് ഇക്ക ഞാൻ കാണിക്കട്ടെ. ഇപ്പൊ ഇവിടെ വന്നിട്ട് ഏതൊക്കെ മീനെ ഇപ്പൊ ഇക്കയ്ക്ക് കൊടുക്കാൻ പറ്റും? ഇപ്പൊ നമ്മളിപ്പോ ഓൾറെഡി അവർക്ക് ആവശ്യമുള്ള ഏത് സാധനമാണ്. പിന്നെ നമ്മളൊരു ക്വാണ്ടിറ്റി പറയുന്നുണ്ട്. നമുക്ക് ചില മീനൊക്കെ ഇച്ചിരി ക്വാണ്ടിറ്റി കൂടുതൽ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സെറ്റിൽ ചെയ്ത് കൊടുക്കാനൊക്കെ ഉള്ളൂ. നമ്മുടെ വേറൊരു ഫാമിൽ നിന്ന് വരുമ്പോൾ അത്രയും കോസ്റ്റ് ഉണ്ടാവും. കരിമീനൊക്കെ എത്ര ഇതാവും? കരിമീൻ ഇവിടുന്ന് നമുക്ക് എങ്ങനെ വേണേലും കൊടുക്കാം. തീരെ കുറവാണേലും കൊടുക്കും. തീരെ എത്ര 50 കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ഫാമിൽ നേരിട്ട് വരുവാണെങ്കിൽ നമ്മൾ കൊടുക്കും. അതല്ലാതെ നമ്മൾ പാഴ്സൽ വിടുന്നുണ്ട്. എല്ലാ ജില്ലയിലും ഉണ്ട്. എല്ലാ ജില്ലയിലും പാഴ്സൽ സർവീസ് ഉണ്ട്. ഓ അത് ശരി. ഏത് സ്ഥലത്തോട്ട് വേണമെങ്കിലും പാഴ്സൽ അവിടെ എത്തിച്ചു കൊടുക്കും. അവിടെ എത്തിച്ചു ജീവനോടെ നല്ല സെറ്റ് ആയിട്ട് ആരോഗ്യമായിട്ട് അവിടെ എത്തിച്ചു. ഒരു 30 മണിക്കൂർ സെറ്റ് ചെയ്ത് പാക്കറ്റിനകത്ത് സുരക്ഷിതമായിട്ട് 30 മണിക്കൂർ സെറ്റ് ചെയ്തായിരിക്കും ഇവിടുന്ന് ഓക്സിജൻ അടിച്ച് കൊണ്ടു കൊടുക്കും. ഇക്കടെ നമ്പർ ഒന്ന് പറഞ്ഞേക്കാവോ? ഇവിടെ പറയാം. 88 91 94 15 31. പിന്നെ ഒരു നമ്പരും കൂടെ ഉണ്ട്. എന്റെ വാട്സാപ്പും ഗൂഗിൾ പേയും വർക്ക് ചെയ്യുന്ന നമ്പറാണ്. അതൊന്ന് പറഞ്ഞേക്ക്. 89 43 00 22 50. ഇതിൻ്റെ അകത്ത് ഇതിനോടുള്ള സ്ഥലവും കൂടെ ഞാനൊന്ന് പറയാം കേട്ടോ. ഇത് മാപ്പിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അതെ മാപ്പിൽ ഇട്ട് തരാം. അത് കൂടാതെ തന്നെ ഈ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞേക്കാം. ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഒന്നെങ്കിൽ നമ്മുടെ ഹരിപ്പാട് നങ്ങ്യാറുളങ്ങര വരിക. നങ്ങ്യാറുളങ്ങര വന്നിട്ട് അവിടുന്ന് നേരെ പടിഞ്ഞാറ് വരുമ്പോൾ കാർത്തികപ്പള്ളി, അവിടുന്ന് കുറച്ചുകൂടെ പടിഞ്ഞാറ് ഒരു പുളിക്കിൽ നിന്ന് നേരെ വടക്കോട്ട് അല്ലേക്കാ. വടക്കോട്ട് വരുമ്പോൾ പണ്ടാരച്ചിറ അവിടെ തന്നെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇവിടെ ബോർഡും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവിടെ ഓൾറെഡി ഇവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. മുജീബിക്കെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അറിയാം. ഞാനിപ്പോൾ റോഡിൽ നിന്ന് ചോദിച്ചപ്പോൾ തന്നെ എല്ലാം പറഞ്ഞു ഫിഷിന്റെ ഫാം ഉള്ള ഒക്കെ അല്ലേ. അപ്പോൾ ഫാമിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പം കായംകുളം കായലിന്റെ ഭാഗമായിട്ടുള്ള ഫാമാണ് അല്ലേ? കായംകുളം കായലിലെ മീനിന്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. കായംകുളം കായലിലെ മീൻ ടേസ്റ്റ് കൂടുതലാണ്. അത് എവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി വളർത്തി കഴിഞ്ഞാലും അതിന് ആ ഒരു ടേസ്റ്റ് എപ്പോഴും നിലനിൽക്കുന്നതെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു വഴിയും കൂടെ ഉണ്ട്. ഒന്ന് ഹരിപ്പാട് നിന്ന് ഡാണാപ്പടി വരിക. ഇപ്പൊ കരുവാറ്റയൊക്കെ ഉള്ളവരാണെങ്കിൽ ഡാണാപ്പടി വരിക. ഡാണാപ്പടിയിൽ നിന്ന് നേരെ പടിഞ്ഞാറോട്ട് വരുമ്പോഴത്തേക്കും പണ്ടാരച്ചിറ മണികണ്ഠൻചിറ അലിമുക്ക് നേരെ പണ്ടാരച്ചിറ. ആ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ സെയിം പണ്ടാരച്ചിറ SNDP അവിടെ വന്നിട്ട് നേരെ ഇതിൻ്റെ അകത്തോട്ട് കയറി വരാവുന്ന റൂട്ടേ ഉള്ളൂ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണ് നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പം ഇവിടെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും ക്വാളിറ്റി ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പം നമുക്ക് വേണ്ട ഏത് അളവിലുള്ള മീനുകളും ഇവിടെ ഉണ്ട്.
നേരത്തെ വിളിച്ചു പറഞ്ഞിട്ട് വേണം. നേരത്തെ എന്ന് വെച്ചാൽ ഒരു 10 മിനിറ്റ് മുമ്പ് അല്ലേ? എവിടെങ്കിലും ഒക്കെ ആയിരിക്കും, വേറെ ഫാമും ഉണ്ട്, വർക്ക് ചെയ്ത് ഇങ്ങനെ നടക്കുന്ന കാരണം പലയിടത്തായിട്ടായിരിക്കും നിൽക്കുന്നത്. അന്നേരം നിങ്ങളൊന്നൊരു ഇൻഫർമേഷൻ തരുവാണെങ്കിൽ നേരത്തെ എത്തിപ്പെടാൻ പറ്റും. എവിടെ എത്തിപ്പെടാൻ? അപ്പൊ നിങ്ങൾക്ക് തന്നെ വന്നിട്ട് സൈസ് നോക്കി നിങ്ങൾക്ക് എടുക്കാം, എന്ത് വേണമെങ്കിലും എന്ത് നോക്കി വേണമെങ്കിലും എടുക്കാം. അപ്പൊ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോവാം. ഇക്കയുടെ ഫാം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇതിപ്പോ എത്ര ഏക്കർ ഉണ്ട്? ഇതൊരു 3.5 ഏക്കർ. 3.5 ഏക്കറിൽ ഇങ്ങനെ നിവർന്ന് കിടക്കാണ്. ഇത് കൂടാതെ വേറെ ഫാം ഉണ്ട്, കായലിലുണ്ട്, ഇതെല്ലാം ഉണ്ട്. എനിക്കൊന്ന് ആലപ്പുഴ ജില്ലയിലെ ഏറ്റവും വലിയ ഫാം ഇതാന്ന് തോന്നുന്നു കേട്ടോ. വർഷങ്ങളായി. എത്ര വർഷമായി? ഗൾഫിൽ പോയതാണ്. ഗൾഫിൽ പോയിട്ട് ഇപ്പം വന്നിട്ട് നിർത്തി വന്നിട്ട് ഒരു 10 വർഷത്തോളം 10 വർഷമായിട്ട് ഈ ഫാം ഇവിടെ ഉണ്ട്. ഫാമുമായിട്ട് ഇങ്ങനെ കറക്റ്റ് ചെയ്തിരിക്കുക, കൈകാര്യം ചെയ്യുന്ന മൊത്തം കൺട്രോളിലാണ്. എന്ത് പാഴ്സലാണെങ്കിലും എന്ത് സാധനങ്ങളും കാര്യങ്ങളും അപ്പൊ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് നമുക്ക് സാധനം എടുക്കാന്നാണ് ഇക്കാ പറഞ്ഞതിന്റെ അർത്ഥം. ആണ്. നമുക്ക് എല്ലാരും നമ്മൾ ഉണ്ടാവണല്ലോ, നമ്മളെല്ലാരും ഉള്ളത് കൊണ്ടാണല്ലോ നമ്മൾ എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അപ്പം ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് കടക്കാം. ഇപ്പം നമ്മള് കുഞ്ഞുങ്ങളെ പിടിച്ചോണ്ടിരിക്കുകയാണ്. മീനിന്റെ കുഞ്ഞുങ്ങളെ എടുത്തോണ്ടിരിക്കുക അല്ലേ? ഓർഡർ അനുസരിച്ച് കൊടുക്കാനായിട്ടാണ്. അതെ അതെ, കുഞ്ഞുങ്ങളെ നമ്മൾ ചീന വില വെച്ച് നമ്മൾ പോലെ സെറ്റ് ചെയ്ത് നമ്മൾ പൊക്കി പിടിക്കുകയാണ്. പിടിക്കുന്ന കാണിച്ചു തരാം. ഇതിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്. ചെമ്മീൻ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ. ചെമ്മീന് അത് കൃഷിയായിട്ട് വന്നതാണോ അതോ? ഇതിനകത്ത് നമ്മുടെ മീൻ ചെറിയ ചെമ്മീനുണ്ടല്ലോ, പള്ളത്തിൽ ചെമ്മീൻ കിടന്ന് ചാടുന്നല്ലേ? ഇത് കുറേ ചെമ്മീനുണ്ട്. ലാസ്റ്റ് ആയത് കാരണം ചെമ്മീൻ കുഞ്ഞുങ്ങളാണ് കേട്ടോ. നമ്മുടെ വെള്ളത്തിലൊക്കെ പിടിക്കാൻ വേണ്ടി ഇത് തീറ്റയായിട്ട് കുഞ്ഞുങ്ങൾക്ക് തീറ്റയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ചെമ്മീനല്ലേ? ഇത് ചെമ്മീൻ കൊടുക്കുന്ന ചെമ്മീനല്ലേ ഇത്? അതെ. അല്ല, ഈ ചെമ്മീൻ ഈ കരിമീൻ പിടിച്ച് തിന്നിട്ട് ഈ ചെമ്മീൻ കണ്ടോ, കരിമീന് തിന്നാനായിട്ട് ആണ് ഈ തീറ്റയായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട്. കണ്ടോ, അത്ര ലൈവായിട്ട് അത്ര നല്ല ഫുഡാണ് ഇതിന് കൊടുക്കുന്നത്. നമ്മൾ കൊടുക്കുന്നത് പ്രോട്ടീൻ അല്ലാതെ ഉള്ള പ്രോട്ടീൻ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് നമ്മൾ പ്രോട്ടീൻ കൊടുത്തില്ലേലും വേറെ പ്രശ്നമൊന്നുമില്ല. ഈ തീറ്റ തിന്ന് അപ്പൊ അത്രയും സാധനം നല്ല പക്ക ആരോഗ്യമായിരിക്കും എന്നുള്ള അർത്ഥം. ഇത് തിന്നുന്ന കാണണമെങ്കിൽ നമ്മളിപ്പം സിലോപ്പിയ ഇട്ട് കൊടുക്കുമ്പോൾ ഇത് കാണാം. നമുക്ക് ഈ സിലോപ്പിയ ഇത് തിന്നുന്ന കാണാം. അപ്പൊ ഇക്ക ചെമ്മീനുമായിട്ട് സിലോപ്പിക്ക് കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഇത് സിലോപ്പി അടിക്കുന്ന എങ്ങനെ നമുക്ക് നോക്കാം. സിലോപ്പിയ ഇപ്പം പിടിച്ച് തിന്നുന്നുണ്ടോ? അത് ഓടിച്ചിട്ട് തിന്നു. അത് വലയിലിട്ട് കൊടുക്കാം. അത് നമുക്ക് വെളിയിൽ തീറ്റി തിന്ന് കിടക്കുന്ന ആയതുകൊണ്ടാണ് അതിന് അത്ര മടി കാണിക്കുന്നത്. ചെമ്മീൻ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സിലോപ്പി കയറി അടിക്കുന്നുണ്ടോ? ചെമ്മീനെ അങ്ങോട്ട് കൊടുത്തപ്പോൾ തന്നെ സിലോപ്പി അടിക്കും. കളർ സിലോപ്പിയാണ്, നമ്മൾ മുമ്പേ കണ്ട സിലോപ്പിയാ. അവൾ വലയെ കിടന്നിട്ട് പടപടാന്ന് അടിക്കുമോ സാധനത്തിന്. കണ്ടോ, അത്ര നല്ല തീറ്റയാണ് ഇതിന് കിട്ടുന്നത്. നല്ല പ്രോട്ടീൻ കണ്ടന്റിനെക്കാട്ടിലും നല്ല ബെറ്റർ ആയിട്ടുള്ള സാധനം കൊടുത്ത് വളർത്തുന്ന സാധനം ഇവിടെ കിടക്കുന്നത്. ആരോഗ്യമുള്ള മീനാണ്. അപ്പം നമ്മൾ ഈ ദൂരെ നിന്നൊക്കെ സാധനം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടേ പിറ്റേ ദിവസം ചത്തു പോകുന്ന രീതിയിലുള്ള ലളിതമായുള്ള സാധനം അല്ല എന്നതാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറയുന്ന അർത്ഥം. നല്ല അടിപൊളി സൂപ്പർ സാധനങ്ങളാണ് ഈ കിടക്കുന്നത് മൊത്തം. നമ്മൾ നല്ല വെടിച്ചുള്ള സാധനം വേണ്ട. ചെമ്മീൻ ഇതിൻ്റെ അകത്ത് കിടക്കണ ഞാൻ കാണിച്ചു തരാം. എന്താ ചെമ്മീൻ കിടക്കുന്നുണ്ടോ? എല്ലാം ചെമ്മീനാണ് ഈ കിടക്കുന്നത്. നമ്മുടെ തോട്ടിലോട്ട് തന്നെ ഇട്ടങ്ങോട്ട് കൊടുക്കും. ഇത് ഓടിച്ചിട്ട് പിടിച്ച് തിന്നോളൂ കുറച്ച് കഴിയുമ്പോൾ. ഇതിപ്പം തീറ്റി തിന്ന് കിടക്കുന്നതുകൊണ്ട് ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അവന്മാർ വരുന്നുണ്ട്, ദൂരെ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ഇതിനകത്ത് കരിമീൻ കുഞ്ഞുങ്ങളെ ഊറ്റിയെടുക്കുകയാണ്. ഈ വലയിൽ കൂടാണ് നമ്മൾ അതിൻ്റെ അതിൽ കൊഞ്ച് ചാടിയങ്ങ് പോകും. ബാക്കി കരിമീൻ കുഞ്ഞുങ്ങളെ മാത്രം നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടും. അതാണ് ഇതിന്റെ ഐഡിയ. അങ്ങനെ പല രീതിയിലുള്ള ഐഡിയ ഉണ്ട്. നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് വർക്ക് ചെയ്ത് നമ്മൾ പഠിക്കുന്ന ഇതൊക്കെ നമ്മുടെ ഓരോ സാഹചര്യം ഏതാണോ ആ സാഹചര്യത്തിനനുസരിച്ച് അതിനെ വളർത്തി സെറ്റാക്കി എടുക്കാം അല്ലേ? അതേ ഉള്ളൂ. നമ്മൾ അതിൻ്റെതായ രീതിക്ക് ഇതായി കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും.
അത് കാണിച്ചു തരാം. ഈ കൊഞ്ച് വളരത്തില്ലേ ഇക്ക? ഇത്രേ വളരത്തുള്ളൂ. ഇത്ര വളരത്തുള്ളൂ. ഇത്രയും വളർന്ന് ബ്രീഡാകുക ഇത്. ഓ അത് ശരി. ഇത് ബ്രീഡാകുന്നതനുസരിച്ചാണ് ഇതിനു വേണ്ടി ഈ കുഞ്ഞുങ്ങളുണ്ട്. അതാകുമ്പോ തീറ്റ നമ്മൾ കുറച്ച് ദിവസം കൊടുത്തില്ലേലും കുഴപ്പമില്ല, ഈ തീറ്റ തന്നെ പിടിച്ച് നിന്നോളും. കരിമീനും കുഞ്ഞുങ്ങൾ. ഈ കൊഞ്ചൊക്കെ ഏത് വെള്ളത്തിലാണ്? ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നൊരു കുറച്ച് കൊഞ്ചിനെയും കൂടെ വാങ്ങിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ കിടന്ന് ബ്രീഡ് ആയിക്കോളും. നല്ല ഇതേപോലത്തെ ക്വാളിറ്റി വെള്ളമാണെങ്കിൽ അതിനകത്ത് ബ്രീഡാകും. ഓ അത് ശരി, മനസ്സിലായോ? ഇതിനകത്ത് ഒരു ചെമ്മീനില്ലാതെ അവൻ ഇറങ്ങിപ്പോയി. ഇപ്പം കരിമീൻ മാത്രമോ? കണ്ടോ കരിമീൻ കുഞ്ഞുങ്ങളെ മാത്രം. ഇതിനകത്ത് പല ടൈപ്പാണ്. പല ടൈപ്പ് എന്ന് വെച്ചാൽ ഇതിപ്പം നമുക്ക് 1.5 ഇഞ്ച് മുതൽ 3/4 ഇഞ്ച്. ഇത് 1.5 ഇഞ്ച് ടൈപ്പ് കുഞ്ഞുങ്ങളാണ്. 1.5 ഇഞ്ച് ടൈപ്പ് കുഞ്ഞുങ്ങളല്ലേ? ഇത് 1.5 ഇഞ്ച് ടൈപ്പ്. ഇതിപ്പോ നമ്മളൊരു 4 രൂപ റേഞ്ചിലൊക്കെയാണ് കൊടുക്കുന്നത്. അതെ, മുമ്പ് ഒരു മാസത്തിന് മുമ്പ് 1.5 മാസത്തിന് മുമ്പ് 5 രൂപ 50 പൈസയുള്ള റേഞ്ച് കുഞ്ഞുങ്ങളാണ്. അതിപ്പോ 4 രൂപ. ഈ ടൈപ്പ് കുഞ്ഞുങ്ങള് ഒരു 3/4 ഇഞ്ച് കുഞ്ഞുങ്ങള് ഇത് നമ്മൾ 2 രൂപ 2.25 രൂപയ്ക്കാണ് ഇപ്പം കൊടുക്കുന്നത്. ഇത് ഏറ്റവും കുറഞ്ഞത് 3 രൂപ 50 പൈസ 4 രൂപയ്ക്ക് പോയിക്കൊണ്ടിരുന്ന സാധനമാണ്. ഇപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ സീസൺ സമയമാണ്. ഈ സീസൺ സമയം ഉൽപാദനം കൂടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് കസ്റ്റമറിന് നമുക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഇത്. നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഇതായത് നമുക്ക് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മാർക്കറ്റ് പറ്റും. അല്ലെങ്കിൽ നമുക്ക് സർക്കാർ അതിൻ്റെതായ രീതിയിലൊരു ഇത് തരണം. ഇത് അങ്ങനെ ഇല്ലാത്ത കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുക്കാൻ പറ്റും. അതേ ഉള്ളൂ അങ്ങനെ ഒരു കണ്ടീഷൻ. ഇതിപ്പം 1.25 2 ഇഞ്ച് ടൈപ്പാണ്. ഇതൊരു 5 രൂപ റേഞ്ചിലൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം 5 രൂപ 6 രൂപ റേഞ്ചിലൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇത് പല ടൈപ്പായിട്ട് വളർന്ന് കിടക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മൾ ഇപ്പം ഒരു തോട് എട്ടിച്ച് പിടിച്ചിടാൻ പോവുകയാണ്. അത് ശരിയാണ്. അപ്പുറത്തെ തോട് ഇപ്പോൾ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ? അവിടോട്ട് കറക്റ്റ് ചെയ്യാൻ. ഇതിങ്ങനെ എടുത്തിങ്ങനെ കൈ വെച്ചാൽ ഇത് അങ്ങനെ കൈ വെച്ചാൽ പ്രശ്നമില്ല. പക്ഷെ എന്നാലും അറിയാൻ വയ്യാത്തവർ ഇതിനെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ സൂക്ഷ്മത പുലർത്തണം. എന്നുവെച്ചാൽ ഇതിന് പരിക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇത് നമ്മളൊരു 365 ദിവസം ഇതിന്റെ കൂടെ നടക്കുന്നത് കാരണം നമ്മൾ അതിൻ്റെതായ രീതിക്കാണ് ചെയ്യുന്നത്. അതിന് മേളിൽ വെക്കാൻ പോലും ഒരു ഇത്രയും പാത്രത്തിൽ പോലും നമുക്കൊരു ഈ ഒരു പാത്രത്തിൽ ഈ മീൻ കുഞ്ഞുങ്ങൾ കഷ്ടിച്ച് ഒരു 5 മിനിറ്റ് പോലും കിടക്കത്തില്ല. അതിന് മുമ്പേ നമ്മൾ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാം. ഓ അത് ശരി. ഈ ഒരു പാത്രത്തിൽ 5 മിനിറ്റ് പോലും കിടക്കത്തില്ല. ഇത്തരം വെള്ളത്തിൽ അതിന് ഓക്സിജൻ തീരും. ഈ ഓക്സിജൻ അത്രേ ഉള്ളൂ. അതിന് മുമ്പായിട്ട് നമ്മൾ വലയില എവിടെയാന്ന് വെച്ചാൽ വെള്ളത്തിൽ എയറേഷൻ ഓക്സിജൻ ഉള്ളിടത്ത് സെറ്റ് ചെയ്യണം. ഓ അത് ശരി. അങ്ങനെയാണ് ഓരോ കണ്ടീഷൻ. അങ്ങനെയൊക്കെ ഓരോരോ ഇതുണ്ട്. ഞാൻ ഈ ഒരു ഇനത്തിൽ ഇത്രയും മീൻ കിടക്കത്തില്ല, അതൊക്കെ ഒരു അറിവ് തന്നെയാണ്. കാരണം നമ്മളെപ്പോലുള്ളവർക്കാണ് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല. നമ്മൾ ചിലപ്പോൾ നമ്മൾ അറിയാൻ വയ്യാത്തൊരു ഇതൊരു 10 മിനിറ്റ് ചിലപ്പം പാത്രത്തിൽ വെച്ചിട്ട് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരാം, ഒരെണ്ണം ഇല്ലാതെ ചത്തുപോകും. മൊത്തം ചത്തുപോകും. ഒരെണ്ണം ഇല്ലാതെ ചത്തുപോകും. അതായത് ഇത്രയും ഇതിപ്പോ എത്ര കുഞ്ഞുങ്ങളുണ്ടാക്കാം? ഇതിപ്പോ ഒരു 100 150 200 കുഞ്ഞുങ്ങൾ. 200 കുഞ്ഞുങ്ങളുണ്ടാവും. ഇത്രയും വലിയ ബേസിന് എത്രയും വെള്ളത്തിലെ സാധനം ഒരു 5 മിനിറ്റ് ഇരുന്നാൽ ഇത് ചത്തുപോകും. അപ്പൊ ആ സമയത്ത് അത് കൃത്യമായിട്ട് മാറ്റണം. അതായത് കൃഷിയെ പറ്റി ശരിക്കും അറിയണം എന്നുള്ളതാണ് ഇക്ക പറഞ്ഞത് അർത്ഥം. കൃഷിയെ പറ്റി അറിഞ്ഞെങ്കിൽ മാത്രമേ നമ്മൾ വിജയിക്കത്തുള്ളൂ. അല്ലാതെ ചുമ്മാ കൊണ്ടുവന്നിട്ടാ പരിപാടിയൊന്നും നടക്കൂല, വളരത്തില്ല. അത് ചോദിക്കേണ്ടടുത്തും പറയേണ്ടടുത്തും ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് പോകണം. അതിനിപ്പോ അടുത്ത് നമ്മൾ വലയിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെയുള്ള പ്രശ്നമൊന്നുമില്ല. ഈ വല എന്ന് വെച്ചാൽ തുറസായി കിടക്കുന്ന സ്ഥലമാണ്. പിന്നെ ഇവിടെ നമ്മള് ആവശ്യത്തിൽ കൂടുതൽ മീൻ ഇടുന്ന കാരണം എയറേഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അകത്തോട്ട് എയർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ സാധനം ആയതുകൊണ്ട് എയർ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ 1000 ആളുകൾ കിടക്കുന്നിടത്ത് 5000 ആളുകളാണ് കിടക്കുന്നത്. ഓ അത് ശരി. അന്നേരം അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ ഓക്സിജൻ വേണം. അതിനനുസരിച്ച് കൂടുതൽ ഓക്സിജൻ വേണ്ടത് കൊണ്ട് നമ്മൾ എയർ സെറ്റ് ചെയ്തേക്കാം. അഡീഷണൽ ആയിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ പൈപ്പ് വഴി ഓക്സിജൻ മോട്ടർ ഇരിപ്പുണ്ട്. എയറേഷൻ മോട്ടർ ഇരിപ്പുണ്ട്. ആ മോട്ടർ വഴി നമ്മൾ എയർ അങ്ങനെയാണ് ഇത്. ഇതിപ്പോ നമ്മൾ ഈ കൈ വെക്കുന്നെങ്കിൽ പോലും ഒരു മിനിറ്റ് അതിന്റെ ആ ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഇതായിപ്പോവും. അതിൻ്റെതായ ഇതുണ്ട്. എനിക്ക് ഇതിനകത്ത് വിടാൻ പോവാ. ഇതിനകത്ത് വിട്ട് കഴിഞ്ഞാൽ ഇനി പ്രശ്നങ്ങളൊന്നുമില്ല. 5 മിനിറ്റ് ആണെങ്കിൽ ഇതായിട്ട് കറക്റ്റ് ചെയ്ത് ഓടി നടന്നോളൂ. നമ്മൾ തീറ്റ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അത് ശരി. കൃഷിയായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളവർ ഉറപ്പായിട്ട് ഇക്കായ വന്ന് കാണണം. ഇക്കയുടെ നമ്പർ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇക്ക ഇത് നമുക്കിവിടെ തരുന്ന കൂടാതെ തന്നെ ഇവിടെ നിന്നൊരു വലിയ ഇൻഫർമേഷൻ ഇത് തരുന്ന കൂടാതെ ഒരു ട്യൂട്ടോറിയൽ നടത്തുന്നത് മൂലം നിങ്ങൾക്ക് ഈ കൃഷിയിൽ വിജയിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ടും തരുന്നുണ്ട്. എപ്പോൾ വിളിച്ചാലും ഇക്ക ഫോൺ എടുക്കും. മറ്റുള്ളവർ പക്ഷേ ഈ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന രാവിലെ പകൽ സമയങ്ങളിലൊക്കെ തോട് പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചെള്ളയിലൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ മൊബൈൽ ചിലപ്പോൾ കരക്കായിരിക്കും വെക്കുന്ന. മിസ് കോൾ കണ്ടാൽ തിരിച്ച് വിളിക്കത്തില്ല. വിളിക്കും. ഇക്ക എന്നാലും 7 മണിക്ക് ഒരു 7:00 ശേഷമാണെങ്കിൽ ഇക്ക ഫ്രീ ആവും. ഇവിടുന്ന് സന്ധ്യ വരെയുള്ള നിപ്പേ ഉള്ളു. അത് കഴിയുമ്പോൾ ഇക്ക വീട്ടിൽ പോകും.
അപ്പൊ 7:30-ക്ക് ശേഷം ഇക്കായെ വിളിച്ചാൽ പൂർണ്ണമായിട്ട് ഇക്ക ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാൻ പറ്റും. കൂടാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃഷിയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും നിങ്ങൾക്ക് കണ്ടും കേട്ടും പറഞ്ഞും ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. എന്റെ അഭിപ്രായത്തിൽ നേരിട്ട് വരുന്നതാണ് ബെറ്റർ. കാരണം ഇത് കാണാൻ തന്നെ ഉണ്ടല്ലോ ഭയങ്കര ഒരു സംഭവമുണ്ട്. ഇവിടെ ഏക്കർ കണക്കിന് സ്ഥലത്തിന് പല രീതിയിൽ ഇതിപ്പം ഈ ഏക്കർ കണക്കിന് കൂടാതെ തന്നെ അതുകൊണ്ട് അവിടെ കുറേ ടാങ്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തുണ്ട് അങ്ങനെ കുറേ സംഭവങ്ങളിവിടെ ഉണ്ട്. ഫാമെന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച ആദ്യം ഒരു വീഡിയോയിൽ കണ്ട ഇക്കേണ്ടതുണ്ട് ഈ ഒരു ഭാഗം മാത്രമാണ്, ഈ ഒരു ഭാഗം മാത്രമാണ് കണ്ടത്. പക്ഷെ ഇപ്പൊ ഞാനിവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞെട്ടുന്നോട്ടായി പോയി കേട്ടോ. ഇഷ്ടം പോലെ സ്ഥലങ്ങളും വേണ്ട. അപ്പുറത്ത് ഇപ്പോൾ കുളം പറ്റിച്ചോണ്ടിരിക്കുകയാണ്. അവിടെ പുതിയ മീനെ ഇറക്കാനായിട്ട് നാളെ പിടിക്കുന്ന വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് അതിൻ്റെ അകത്ത്. ഇക്ക ഞാൻ വേറെ കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ പറ്റിച്ച് കഴിഞ്ഞിട്ട് ഓരോ പുതിയ വെള്ളം പറ്റിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളത്തിന് എന്തുവാ ഒരു പ്രത്യേകത ആണതിൽ നമ്മൾ ഇടാൻ നേരത്ത് വേറെ മീനുകളൊക്കെ കാണുന്നൊരു കുളം. ഇപ്പോൾ പുതിയതായിട്ട് പറ്റിക്കുവാണെങ്കിൽ എല്ലാം ഇത് ഫുള്ളായിട്ട് പറ്റിച്ച് നമ്മൾ നീറ്റ് വെക്കാണ്ട് കുമ്മായം വെതറി ഒരു കളമീൻ പോലും ഇല്ലാതെ നശിക്കും. ഈ കുമ്മായം വെതറുമ്പോഴത്തേക്ക് അതിന്റെ പ്രത്യേകത എന്തോ? കുമ്മായം നല്ല ഹീറ്റിങ് ചൂടാ. ഈ ചൂടുള്ള കുമ്മായം അടിക്കുമ്പോൾ എല്ലാ കളമീനും ഒരു പൊടി മീനില്ലാതെ ചത്തുപോകും. ചത്തുപോയി കഴിഞ്ഞ് പിന്നെ കുമ്മായം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് pH കാര്യങ്ങളും ഒക്കെ നിലനിർത്താൻ നമ്മൾ ഓവർ കുമ്മായം ഉപയോഗിക്കുന്നത് ഈ കളമീൻ നശിക്കാൻ വേണ്ടി നമ്മൾ കുമ്മായം വാരി അങ്ങോട്ട് നല്ല ശരിക്ക് വെള്ളം പറ്റിയിരിക്കുന്ന സമയത്ത് ഉച്ച സമയത്ത് അടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്നുവെച്ചാൽ സൂര്യന്റെ പ്രകാശം ഇതും കൂടെ അടിക്കുമ്പോൾ ഒരെണ്ണം ഇല്ലാതെ ഡെഡായി പോകും. ഡെഡായി പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു ദിവസം ഇട്ടിട്ട് വെള്ളം പുറത്തുനിന്ന് നമ്മൾ കയറ്റുന്ന ശുദ്ധീകരിച്ചാണ് കയറ്റുന്നത്. പൈപ്പ് ഓവ് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ പക്ക ക്ലിയർ വല വെറും പൊടി വല വെച്ച് കെട്ടി ഒരു 5 ദിവസം ഒരാഴ്ച കൊണ്ടായിരിക്കും ഈ വെള്ളം ശുദ്ധീകരിച്ച് കയറ്റുന്നത്. അന്നേരം നമ്മൾ ബാക്കിയുള്ള മീനെയൊക്കെ ഇങ്ങോട്ട് സെറ്റ് ചെയ്യും. ഇങ്ങോട്ട് സെറ്റ് ചെയ്യുന്ന പേര് ജോഡി ഉള്ളതൊരു വല സെറ്റ് ചെയ്യും, കുഞ്ഞുങ്ങളെ 1-2 വല സെറ്റ് ചെയ്യും. അങ്ങനെ വ്യത്യസ്തമായിട്ട് വലകൾ സെറ്റ് ചെയ്തിട്ടേക്ക് അങ്ങനെ ഒരാഴ്ച പേരിനെ നമ്മുടെ വലയിൽ സെറ്റ് ചെയ്തിട്ടതിന് ശേഷം മാത്രമേ പിന്നെ ഈ വെള്ളം കയറ്റി എല്ലാം ക്ലിയർ ചെയ്തിട്ട് രണ്ടാമതെയും ജോഡിയെ എടുത്ത് നമ്മുടെ തോട്ടിലിടത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് പറ്റിച്ച് കുമ്മായൊക്കെ അടിച്ച് ശരിക്കും ഇതെല്ലാം ഡെഡായി കഴിഞ്ഞിട്ട് അപ്പൊ വെള്ളത്തിന്റെ ഇത് നോക്കണ്ടേ? വെള്ളം വീണ്ടും ഇടുമ്പോഴത്തേക്ക് വെള്ളത്തിന്റെ കാര്യങ്ങളെ കുറിച്ചൊന്നും നോക്കാറില്ല. നമുക്കറിയാം ഈ വെള്ളത്തിന്റെ ഒരു കളർ പോലും അല്ല. ഇപ്പൊ സാധാരണക്കാരൻ ഒരാളാണെങ്കിൽ ഇപ്പൊ അയാൾ വെള്ളം വെള്ളത്തിന്റെ pH നോക്കുന്ന ഒരു അവസ്ഥയുണ്ട്. എത്ര pH വേണം വെള്ളത്തിൽ? കരിമീൻ നമുക്ക് നോർമലായിട്ട് pH മീൻ വളർത്താൻ ആവശ്യമായ 6.5 7.5 ആ നോർമൽ വെള്ളമാണ് നമ്മൾ എല്ലാ ഘടകങ്ങളും മീൻ വളർത്താൻ പറ്റി അടങ്ങിയിരിക്കുന്ന വെള്ളം എന്ന് പറയുന്നത്. ബാക്കി വെള്ളം എന്ന് പറയുമ്പോൾ pH കുറവുണ്ട്, കൂടുതലുണ്ട്. pH കുറവുണ്ടെങ്കിൽ കുറവ് കൂട്ടാനുള്ള മാർഗമുണ്ട്, കൂടുന്നത് കുറക്കാനുള്ള മാർഗമുണ്ട്. അത് നമുക്കറിയാം. അത് നമ്മൾ വെള്ളത്തിന്റെ ആ ലെവല് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിന് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നതിനെ പറ്റി അത് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്ന് സംഭവം എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പുതിയതായിട്ട് തുടങ്ങുന്ന ഒരാൾ കാണാൻ ഒക്കെ അതിനെപ്പറ്റി ഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും. ആ പറഞ്ഞു തരുന്നതനുസരിച്ച് നമ്മൾ നടത്തുവാണെങ്കിൽ നല്ല രീതിയിൽ കയറി വരുമെന്നാണ് ഒക്കെ പറയുന്നത്. അത് വരും. അത് നമ്മളൊരു മനസ്സ് വെക്കണം. എല്ലാത്തിനും ഒരു മനസ്സുണ്ടായി. അത് തീർച്ചയായിട്ടും ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം മനസ്സുണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് വിജയിക്കുള്ളൂ. കഷ്ടപ്പാടിന്റെ ഫലമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. അതെ, ഒരുപാട് കഷ്ടപ്പാടിന് ഇപ്പോഴും നമ്മൾ കഷ്ടപ്പെടുക. കണ്ടില്ലേ, നമ്മൾ ഇന്ന് ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ പറയുന്നത് നമ്മൾ അധ്വാനിക്കണം. നമ്മൾ അധ്വാനിക്കാതെ നമ്മൾ കരക്കിരുന്നാൽ നമ്മുടെ വിജയം ഉണ്ടാകത്തില്ല. നമ്മൾ മനുഷ്യനിലേക്ക് ഇറങ്ങി ചെല്ലണം. നമ്മൾ ആളുകളെ അറിയണം, സമൂഹത്തെ അറിയണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റ് ചെയ്ത് പക്വതയോടെ പോയാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന എല്ലാ സുഖങ്ങളും ദൈവം തന്നു. ശരിക്കും ആലപ്പുഴക്കാരന് ഈ മണ്ണും ഈ വെള്ളം ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റും അല്ലേ? പ്രശ്നമില്ല. നമ്മുടെ ഒരു ഉറച്ച മനസ്സ് വേണം. ഉറച്ച മനസ്സ്, അത് സത്യസന്ധമായിരിക്കണം, ഉള്ളിൽ നിന്നുള്ളതായിരിക്കണം. അതാ, അല്ലാതെ വേറെ ആരെയും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകളൊക്കെ വരും. അതൊക്കെ ക്ഷമിച്ചും കണ്ടുമൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ എവിടെങ്കിലുമൊക്കെ എത്തിക്കും. അത് യാതൊരു തർക്കവും വേണം. ഇക്കയുടെ കഥകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ശരിക്കും പറഞ്ഞാൽ വിശാലമായി നിവർന്നു കിടക്കുന്ന ഈ ഒരു ഫാം, ഇത് കാണാൻ തന്നെ ഭയങ്കര രസം കേട്ടോ. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയം പോകുന്നതേ അറിയത്തില്ല. അതെ, ഇവിടെ വന്നു ഇറങ്ങി ഇങ്ങനെ തിരിഞ്ഞു വരുമ്പോ നേരെ സന്ധ്യയാവും. വെറുതെ ഇന്ന് ആളുകൾക്ക് ഇരിക്കാൻ ഇഷ്ടം പോലെ സമയമുണ്ട്. ശരിക്കും ഇക്കയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? എനിക്കൊരു 45-46 വയസ്സ്. 45-46 വയസ്സുള്ള ഒരാളാണ്. 10 വർഷം ഗൾഫിലും കിടന്ന് കഷ്ടപ്പെട്ടിട്ടാണ് നാട്ടിൽ വന്നേക്കുന്ന ആളാണ്. സാധാരണ ഗൾഫിലൊക്കെ ഒന്നും ഇതായില്ല. പക്ഷെ ഇവിടെ വന്ന് ദൈവം നമ്മൾ ഇത് പാടുപെടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് ഗൾഫിൽ നിന്നൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. ഇവിടുന്ന് നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയി അവിടെ നിന്ന് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ പൊന്നു വിളയുന്ന കരിമീനും കൊഞ്ചും സിലോപ്പയൊക്കെ ആയിട്ടാണ് പുള്ളി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളൊക്കെ ചോദിച്ചിട്ടുണ്ട് പലരും, എന്ത് ഗൾഫിൽ നിന്ന് വന്ന് എന്ത് ചെയ്യും? പക്ഷെ നമുക്കൊരു ഉറച്ച വിശ്വാസമുണ്ട്,
സ്വന്തം നാടിനെ വിശ്വസിച്ച് നാടിനെയും മണ്ണിനെയും ഇവിടെ എന്ത് പണിയും ചെയ്യുന്ന ആളാ. ഏത് പണിയിലും നമ്മളെ മാറ്റി നിർത്തരുത്. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഉയർച്ച. അത് നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട, മുന്നോട്ട് പോകണം. ഉറച്ച വിശ്വാസത്തോടെ മുന്നോട്ട്. ഇക്ക ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യും കേട്ടോ. ഇപ്പം ഒരു മീനെ കൊണ്ടുപോയി എങ്ങനെയാണ് അത് ചെയ്യേണ്ടത്, എങ്ങനെ ഇതാക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ അതിന് കൊടുക്കണം. ഇതിപ്പോൾ കൊടുക്കാനുള്ള സെറ്റപ്പ് അല്ലേ? ഇതിപ്പോൾ ഒരു 10, 25, 50 കുഞ്ഞുങ്ങളുണ്ട്. 50 കുഞ്ഞുങ്ങളെ എടുത്ത് എന്നിട്ട് ഇത് നമ്മൾ ഇത്രയും വെള്ളമേ ഇതിനകത്ത് സെറ്റ് ചെയ്യത്തുള്ളൂ. ഈ വെള്ളത്തിൽ നമ്മൾ ഓക്സിജൻ അടിക്കുന്നത് കാണിക്കാം. എന്നിട്ട് നമ്മളിത് ഒരു 30 മണിക്കൂർ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഓക്സിജനകത്ത് 30 മണിക്കൂർ നിൽക്കും. 30 മണിക്കൂർ നിൽക്കും. 30 മണിക്കൂർ നിൽക്കും. നമ്മളടിക്കും. പിന്നെ കെട്ടുക അല്ലേ?